ഈ ഒരു നെയിം എന്നുള്ള കോളത്തിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സെപ്പറേറ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരിക ഫ്ലാഷ് ഫില്ലിനെ പറ്റിയിട്ടായിരിക്കും അല്ലേ. പക്ഷേ നമുക്കറിയാം ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത് നിയർ ബൈ സെൽസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, അതായത് നമുക്ക് ഇഷ്ടമുള്ള കോളംസിൽ ഡാറ്റ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഫ്ലാഷ് ഫിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നെയിംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന സെൽസ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പോകേണ്ടത് ഡാറ്റ ടാബിൽ തന്നെയാണ്. ഇതിൽ ടെക്സ്റ്റ് ടു കോളംസ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമുക്കിതാ നമ്മുടെ ഡാറ്റ, അതായത് നമ്മുടെ ആ ഒരു വർക്ക് ഷീറ്റിലുള്ള ഡാറ്റ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഡീലിമിറ്റഡ് ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, അതായത് ക്യാരക്ടേഴ്സ് സച്ചസ് കോമാസ് ഓർ ടാബ്സ് എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ എന്താണോ നമുക്ക് സെപ്പറേറ്റർ ആയിട്ട് ഇവിടെ ഉള്ളത്, അതായത് നമുക്ക് ഇവിടെയുള്ള സ്പേസ് ആണ് അല്ലേ. അപ്പോൾ ആ സ്പേസിന് നമ്മൾ ഇവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ തന്നെ നമുക്കിവിടെ 2 കോളം ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. ദെൻ ഇവിടെ ഡെസ്റ്റിനേഷൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് എവിടെയാണോ ഇത് വേണ്ടത് അതിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഞാനൊന്ന് സെലക്ട് ചെയ്യട്ടെ. ഞാനിതാ ഈ ഒരു സെല്ലാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തു. ദെൻ ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ ഡെസ്റ്റിനേഷനിൽ തന്നെ നമുക്ക് 2 പേരും സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ജേക്കബിന് നമുക്ക് സെക്കൻഡ് നെയിം ഇല്ലായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് ജേക്കബിന് ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ളത്. ടെക്സ്റ്റ് കോളംസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.